वीडियो स्वागतम। आप सभी लोगों का स्वागत है मेरा वीडियो में। आज हम लोग इधर कसौली में पहुंच गया। ഞാനിതാ ഇപ്പം ഹിമാചൽ പ്രദേശിലെ കസൗളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ നിങ്ങൾ കണ്ടു നിർത്തിയത് ഞങ്ങൾ ഇവിടേക്ക് പകുതിയിലെത്തിയ വീഡിയോ ആയിരുന്നു. അങ്ങനെ കസൗളിയിലെ ഒരു ക്ലൈമറ്റും വൈബും ഒക്കെ സെറ്റാണ്. ചണ്ഡീഗഡിൽ ഭയങ്കര ചൂടാണ്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് നോർമലി. ഇവിടെ ഫുള്ള് പൈൻ ഫോറസ്റ്റ് പോലെ പൈൻ മരങ്ങൾ തന്നെയാണ് കൂടുതൽ കാണാനുള്ളത്. इधर पूरा पाइन का पेड़ सभी है ज़्यादा देखने के लिए, और देखने में मस्त जगह है. मैं कभी ऊटी सभी गया, वैसा ही फील हो रहा है. मतलब हिमाचल धर्मशाला में भी गया था, वो उधर भी ऐसा था. ഞാൻ ധർമ്മശാല പോയപ്പോഴും അവിടെ ഇങ്ങനെ തന്നെയായിരുന്നു. രക്ഷയില്ല, സൈഡ് ഫുള്ള് പൊക്കെ. രക്ഷയില്ലാത്ത സ്ഥലമാണ്. കസൗളിയാണ് ഹിമാചൽ പ്രദേശിൽ. നമ്മളിപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. ഇവർ രണ്ടുപേരുമായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി കണ്ടതിന് ശേഷം നമ്മൾ വണ്ടി പോയിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ മൂവ് ചെയ്യുക. കസൗളി മെയിനിലേക്ക് നമ്മൾ പോകുക. അത് കണ്ടോൺമെൻറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് അത്യാവശ്യം കാണാനൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് വന്നതാണ്. അവൻ പറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാമെന്നുള്ളൊരു ഇതിൽ ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത്. ഇത് മണാലി പോകുന്ന റൂട്ടാണ്. മണാലി ഷിംല ഒക്കെ പോകുന്ന റൂട്ടാണ്. अभी मैं आया है ना कसौली, वो मनाली शिमला जाने रूट में है. उसका बीच से ऐसे कट करके कसौली के लिए निकलता है. അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ക്ലൈമറ്റ് ഒന്നും വലിയ ചൂടൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു നൈസ് ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മളിതാ മേലോട്ട് ഇങ്ങനെ മേപ്പിട്ട് പൊക്കോണ്ടിരിക്കുക. हम लोग अभी मैप डाल के ऐसे जा रहा है सीधा ऊपर के लिए. वो आगे से जा रहा है, हमारे साथ ही है.
മേളിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഏകദേശം കവർ ചെയ്ത് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് കസോളിയാണ്. കസോളി കണ്ടോൺമെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോഴല്ല കസോളി സീസൺ, പക്ഷേ നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷനൊന്നും വച്ച് പോകണ്ട, വലിയതായിട്ടൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് കാണാനൊക്കെ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നൈസ് വൈബാണ് അവിടെ സ്റ്റേ ഒക്കെ അടിക്കുന്നെങ്കിൽ. കുറച്ചധികം ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. इधर दोनों तरफ देखेगा तो बहुत जंगल का जैसा ही है, और इधर बहुत भी ब्लॉक भी मिलेगा क्योंकि ज़्यादा जगह भी नहीं है. दोनों സൈഡ് ഗാഡി പാർക്ക് ചെയ്യാൻ. ഇവിടെ രണ്ട് സൈഡ് സ്ഥലമൊന്നുമില്ല, എന്നാലും ചെറിയ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടോൺമെൻറ്റ് ഏരിയയിലേക്ക് എത്തി. ഇവിടെ എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും ക്യാമ്പുണ്ട് ഇവിടെ. അങ്ങനെ കണ്ടोनमेंट एरिया एरिया हम लोग अभी पहुंच गया है कन्नोनमेंट एरिया में. आर्मी का एयरफोर्स का भी इधर कैंप है. इस साइड पे आर्मी का मिलिट्री हॉस्पिटल है. और इधर हॉर्न कुछ नहीं लगाना, ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് സിഗ്നലിൽ. അങ്ങനെ നല്ല ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അങ്ങനെ നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ട് അങ്ങനെ കുറേ നേരം നിൽക്കുക. അങ്ങനെ നമ്മളതാ കുറച്ച് ബ്ലോക്കൊക്കെ മാറി നമ്മളതാ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ പാർക്ക് ചെയ്താലേ പറ്റും. गाड़ी इधर पार्क करना पड़ेगा. इधर पार्क करके उसको कितना 20 रुपये पूछा था. फिर बोला आप लोग आर्मी से है क्या, ऐसे बोल के. मेरा फ्रेंड आर्मी था इसलिए उसका ID कार्ड दिखाया, पहले से बताना था ऐसे बोल दिया, नहीं तो पैसा नहीं लेता था.
ആർമിയുടെ കാർഡ് കാണിച്ചു. പക്ഷേ അപ്പോൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ പൈസ കൊടുക്കണ്ടായിരുന്നെന്ന് പുള്ളി പറഞ്ഞു.